HSA ഇംഗ്ലീഷുമായി ബന്ധപ്പെടുത്തി നടത്തുന്ന ക്വസ്റ്റ്യൻ വർക്കൗട്ട്, അതിനോടൊപ്പം തന്നെ ടോപ്പിക് എക്സ്പ്ലനേഷനാണ്. നമ്മൾ ജനറൽ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതേപോലെ വൊക്കാബുലറിയും കൂടെ നോക്കുന്നുണ്ട്. നോക്കിയേ, അതിൽ ആദ്യത്തെ നമ്മൾ നോക്കുന്നത് ടെൻസും അതുപോലെ തന്നെ പ്രിപ്പോസിഷനുമാണ് നോക്കുന്നത്. വളരെ വലിയൊരു രണ്ട് ടോപ്പിക്കാണ്, ഒന്ന് ശ്രദ്ധിച്ചോണേ. അത്യാവശ്യം പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും പറയും. ഒന്ന് ജസ്റ്റ് കുറിച്ചെടുക്കാനും കൂടെ ശ്രമിക്കാം, അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ. അല്ലാത്തവർ കേട്ട് മനസ്സിലാക്കുക. നോക്കിയേ, ചോദ്യം ഇങ്ങനെയാണ്. ഇപ്പൊ ടെൻസുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അനു ഡാഷ് ദ ലൈബ്രറി ട്വൈസ് ഇൻ എ വീക്ക്. അനു ഡാഷ് ദ ലൈബ്രറി ട്വൈസ് ഇൻ എ വീക്ക്. നോക്കിയേ, ചോദിച്ചിരിക്കുന്നതിൽ ഓപ്ഷനിൽ വിസിറ്റ്സ് ഉണ്ട്, വിൽ വിസിറ്റ് ഉണ്ട്, വിസിറ്റഡ് ഉണ്ട്, അതുപോലെ ഹാസ് വിസിറ്റഡ് ഉണ്ട്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഒന്ന് പറഞ്ഞു നോക്കിയേ. നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത് വിസിറ്റ്സ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. കാരണം ഇതൊരു സിമ്പിൾ പ്രസന്റ് ആണ്. കാരണം എന്താ? ട്വൈസ് എന്ന വാക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വരുന്ന സെന്റൻസ് എല്ലാം സിമ്പിൾ പ്രസന്റിനെ സൂചിപ്പിക്കുന്നു. അനു സിംഗുലാർ ആയതുകൊണ്ട് നമ്മൾ സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള എസ്സിൽ അവസാനിക്കുന്ന വെർബ് എഴുതും. അപ്പോൾ V1 എസ്സിൽ അവസാനിക്കുന്ന വെർബ് വന്നു കഴിഞ്ഞാൽ അതെല്ലാം സിമ്പിൾ പ്രസന്റ് ആണ്. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ V1 എഴുതും. സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് എഴുതും. നമുക്ക് ടോപ്പിക്ക് നോക്കാം. അത് രണ്ട് ചോദ്യങ്ങളുണ്ട്. ചോദ്യങ്ങൾ നോക്കിയതിന് ശേഷം നമുക്ക് ടോപ്പിക്ക് നോക്കാം. രണ്ടാമത്തെ മറ്റൊരു ചോദ്യമാണ് സീമ ആൻഡ് സീത ഡാഷ് നൗ. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. സ്ലെപ്റ്റ് ഓപ്ഷനിലുണ്ട്, വേർ സ്ലെപ്റ്റ് ഉണ്ട്, ഹാഡ് സ്ലെപ്റ്റ് ഉണ്ട്, ആർ സ്ലീപ്പിംഗ് ഉണ്ട്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത് എന്ത് ചെയ്യുന്നൂടെ? ആർ സ്ലീപ്പിംഗ് ആണ് ഉത്തരമായിട്ട് വരുന്നത്, ഡി ഓപ്ഷൻ. കാരണം ഇവിടെ രണ്ട് സബ്ജക്റ്റുകളാണ്. ഇപ്പോൾ പ്ലൂറലാണ്, ആറ് പ്ലൂറലാണ്. ഇവിടെ ഇനി നോക്ക്, അതുകൊണ്ട് സ്ലെപ്റ്റ് നമുക്ക് ഇവിടെ ഉത്തരം എഴുതാം. സ്ലെപ്റ്റ് എന്ന് പറയുന്നത് V2 പ്ലൂറലാണ്, ഹാഡ് എന്ന് പറയുന്നത് പ്ലൂറലാണ്, അതും എഴുതാം. വേർ എന്ന് പറയുന്നത് പ്ലൂറലാണ്, അതും എഴുതാം. പക്ഷെ നമ്മൾ എന്നിട്ടും ആർ സ്ലീപ്പിംഗ് എഴുതാനുള്ള കാരണം നൗ എന്ന വാക്കാണ്. ഈ നൗ എന്ന വാക്ക് പ്രസന്റ് കണ്ടിന്യൂസിനെ സൂചിപ്പിക്കുന്നു. പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ് നോക്കില്ല? ഈസ്, ആം, ആർ പ്ലസ് ING ആണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ എന്ത് എഴുതിയത്? നൗ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ ആർ പ്ലസ് ING എഴുതിയത്. അപ്പൊ നമുക്ക് ഉത്തരം വരും. അടുത്തൊരു മറ്റൊരു ചോദ്യമാണ് ദ റൂം കാൺ ബി ഡേർട്ടി ഐ ഡാഷ് ഇറ്റ്. കണ്ടല്ലോ തന്നിരിക്കുന്ന ചോദ്യം. ഓപ്ഷനിൽ ജസ്റ്റ് ക്ലീൻ ഉണ്ട്, ഈസ് ജസ്റ്റ് ക്ലീൻഡ് ഉണ്ട്, ഹാസ് ജസ്റ്റ് ക്ലീൻഡ് ഉണ്ട്, ഹാവ് ജസ്റ്റ് ക്ലീൻഡ് ഉണ്ട്. ഏത് ഉത്തരം വരുന്നു? ഒന്ന് പറഞ്ഞു നോക്കിയേ. അപ്പൊ നമുക്ക് ടെൻസുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. അപ്പൊ നമുക്ക് ഓപ്ഷനിൽ നിന്ന് ഉത്തരം കണ്ടെത്താൻ, അല്ലെങ്കിൽ ചോദ്യത്തിലാണെങ്കിൽ ടെൻസ് കണക്റ്റഡ് ചോദ്യമൊന്നുമില്ല. ഐ പ്ലൂറലാണ്, ക്ലീൻ എന്ന് പറയുന്ന വേർബ് പ്ലൂറലാണ്. നമുക്ക് അവിടെ ഉത്തരം എഴുതാം. ഐ പ്ലൂറലായതുകൊണ്ട് ഈസ് എന്തായാലും എഴുതാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് അത് വെട്ടിക്കളയാം. ഐ പ്ലൂറലായതുകൊണ്ട് എന്തായാലും ഹാസും എഴുതാൻ പറ്റില്ല, എന്ത് ചെയ്യും? അതുകൊണ്ട് നമുക്ക് ഹാസിന്റെ ഓപ്ഷന് വെട്ടിക്കളയാം. ഇനി നമുക്ക് വരുന്നത് ഇതാണോ ഇതാണോ എന്നത്. നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത് ഹാവ് ജസ്റ്റ് ക്ലീൻഡ് ആണ്. കാരണം എന്താണ് മക്കളെ? ഈ ജസ്റ്റ് എന്ന വാക്കിന്റെ പ്രത്യേകത, ജസ്റ്റ് ഒരു പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ജസ്റ്റ് വരുന്ന സെന്റൻസുകളിൽ ഉത്തരം എന്തായിരിക്കും? ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആയിരിക്കും. ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 ആയിരിക്കും ജസ്റ്റ് വരുന്ന സെന്റൻസുകളിലെ ഉത്തരം വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഉത്തരം എഴുതാം? ഹാവ് പ്ലസ് V3. ഐ പ്ലൂറലാണ്, അതുകൊണ്ട് ഹാവ് ജസ്റ്റ് ക്ലീൻഡ് അവിടെ ഉത്തരമായിട്ട് വരും. മറ്റൊരു ചോദ്യം നോക്കിയേ. മൈ മദർ ഡാഷ് ഹെർ അങ്കിൾ യെസ്റ്റർഡേ. ടെൻസുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. വിസിറ്റ്സ് ഓപ്ഷനിലുണ്ട്, വിസിറ്റിംഗ് ഓപ്ഷനിലുണ്ട്, വിസിറ്റ് ഓപ്ഷനിലുണ്ട്, വിസിറ്റഡ് ഉണ്ട്. അപ്പൊ നോക്കിയേ, മൈ മദർ സിംഗുലാർ ആയതുകൊണ്ട് വിസിറ്റ്സ് എഴുതാം. വിസിറ്റിംഗ് എന്തായാലും ING ഒറ്റയ്ക്ക് നിൽക്കില്ല, അത് എഴുതാൻ പറ്റില്ല. വിസിറ്റ് എഴുതാൻ പറ്റില്ല, വിസിറ്റ് പ്ലൂറലാണ്. വിസിറ്റഡ് എഴുതാം. ഇനി ഇത് രണ്ടിൽ ഏതാണെന്ന് എങ്ങനെ നോക്കാം? തന്നിരിക്കുന്ന ചോദ്യത്തിൽ യെസ്റ്റർഡേ എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ വാക്ക് സിമ്പിൾ പാസ്റ്റിനെ സൂചിപ്പിക്കുന്നു, പാസ്റ്റിനെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഏത് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ? വിസിറ്റഡ്. ഇത് പ്രസന്റ് ആണ്, അതുകൊണ്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ യെസ്റ്റർഡേ സിമ്പിൾ പാസ്റ്റിനെ മെൻഷൻ അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നതുകൊണ്ട് ഉത്തരം ഏതെഴുതാം നമുക്ക്? വിസിറ്റഡ് എഴുതാം. നിങ്ങളെ ടെൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ടെൻസ് എന്ന് പറയുന്നത് കേട്ടോ. ടെൻസ് ഇപ്പം നമ്മളിപ്പോൾ പരീക്ഷയ്ക്ക് പോകുന്നവർ എന്തായാലും ടെൻസുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമുണ്ട്. കാരണം ടെൻസ് എപ്പോഴും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്നവർക്കും ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിന്റെ പരീക്ഷകൾ, അതേപോലെ HSA ആണെങ്കിലും ഒക്കെ എഴുതുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സ്കൂൾ ടെക്സ്റ്റുകളിലെല്ലാം ടെൻസുമായി ബന്ധപ്പെട്ടത് പഠിക്കണം.
നമുക്ക് ടെൻസ് 3 ടെൻസ് ആണുള്ളത്. ഏതൊക്കെയാണ് ഉള്ളത് നിങ്ങൾക്ക് അറിയാം. പ്രസന്റ് ഉണ്ട്, അതുപോലെ ഏതുകൊണ്ട് കൂട്ടില്ല പാസ്റ്റ് ഉണ്ട്, അതുപോലെ ഏതുകൊണ്ട് കൂട്ടില്ല ഫ്യൂച്ചർ ഉണ്ട് കേട്ടോ. ഫ്യൂച്ചർ ഉണ്ട്. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. നമുക്കിങ്ങനെ 3 ടെൻസ് ഉണ്ട്. ഓരോന്നിനെയും സബ് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് എത്രയായിട്ട് തിരിക്കാം? 4 ആയിട്ട് സബ് ഡിവൈഡ് ചെയ്യാം. ഒന്ന് സിമ്പിള്, രണ്ടാമത്തേത് എന്നോടൊപ്പം പറഞ്ഞോ, രണ്ടാമത്തത് കണ്ടിന്യൂസ്, മൂന്നാമത്തത് പെർഫെക്റ്റ്, നാലാമത്തത് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇങ്ങനെ 4. മൊത്തത്തിൽ നമ്മൾ 12 തരം സെന്റൻസുകൾ പഠിക്കണം, ടെൻസ് പഠിക്കണം. അർത്ഥവ്യത്യാസങ്ങളുണ്ട്. സമയബന്ധിതമായി കാര്യങ്ങൾ പറയുന്നതിനെയാണ് നമ്മൾ ടെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തേതാണ് നമ്മൾ പ്രസന്റ് ടെൻസ് ആണ് നോക്കുന്നത്. പ്രസന്റ് ടെൻസ് എവിടെ ഉപയോഗിക്കാം? പ്രസന്റ് ടെൻസ്. അപ്പോൾ അതിൽ ആദ്യത്തെ സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ് കേട്ടോ, സിമ്പിള് പ്രസന്റ്. അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? സത്യത്തിൽ ഇക്വേഷൻ വെച്ചിട്ടുള്ള ചോദ്യമൊന്നും വരത്തൊന്നുമില്ല, നമുക്ക് എഴുതാനും പറ്റത്തില്ല. എന്നാലും അതിൻ്റെ കൺസ്ട്രക്ഷൻ മെത്തേഡ് ഒന്ന് പഠിക്കുക. സബ്ജക്റ്റ് പ്ലസ് പ്രസന്റ് ഫോം ഓഫ് വെർബ്, പ്രസന്റ് ഫോം ഓഫ് വെർബ്, അതായത് V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ്, പ്ലസ് ഒബ്ജക്റ്റ്, പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് വരുന്നത് ഇല്ലേ? സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ്, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ V1 എഴുതാം. ഇനി അല്ലെങ്കിൽ മറ്റൊരു ഇക്വേഷൻ എന്ന് പറയാം. സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ്, ഡു ഓർ ഡസ് പ്ലസ് V1. സത്യത്തിൽ V1 അല്ല V0 ഫോം ആണ് പറയുന്നത്, നമ്മൾ V1 എന്ന് ഇപ്പം എഴുതുക, പ്ലസ് ഒബ്ജക്റ്റ്. ഇങ്ങനെ എഴുതാം. സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ ഡസ് പ്ലസ് V1, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഡു പ്ലസ് V1 എന്നല്ല V0 ഫോം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ വെർബിന്റെ ബെയർ ഫോമുകൾ, അതായത് ഡു ഡസ് ഡിഡ് സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുന്നത് V0 ഫോമാണ്, സിംഗുലാറും അല്ല പ്ലൂറലും അല്ല. നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി V1 എന്നേ പറയുന്നുള്ളൂ. ഓക്കെ. ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു സെന്റൻസിൽ ഇങ്ങനെ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഉത്തരങ്ങളൊന്നും എഴുതാനൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് എന്ത് പഠിക്കുക? ഒരു കോഡ് വെച്ചിട്ട് ടെൻസ് അങ്ങ് പഠിക്കാം. എല്ലാം കോഡുകൾ വെച്ചിട്ടാണ്. നിങ്ങളിങ്ങനെ പഠിക്കാം. എന്താ നോക്കിയാ? എൻ്റെ സോളി ENTA, എൻ്റെ സോളി SOLY പ്ലസ് V1 or S. ആ സിമ്പിൾ പ്രസന്റ് തീർന്ന്. എൻ്റെ സോളി പ്ലസ് V1 or S. ഈയിൽ വരുന്ന വാക്കാണ് എവരി. ഈയിൽ വരുന്ന വാക്ക് ഏതാണ് മക്കളെ? എവരി. എന്നിൽ വരുന്ന വാക്കാണ് നെവർ. എന്നിൽ വരുന്ന വാക്ക് ഏതാ? നെവർ. ടീയിൽ വരുന്ന വാക്കാണ് ട്വൈസ്, ത്രൈസ്. ട്വൈസ്, അതുപോലെ ത്രൈസ്. ട്വൈസ്, ത്രൈസ്. നമ്മൾ ആദ്യം വന്നൊരു ചോദ്യത്തിൽ ട്വൈസ് ഉണ്ടായിരുന്നു. എയിൽ വരുന്ന വാക്കാണ് ഓൾവേസ്. എയിൽ വരുന്ന വാക്ക് ഓൾവേസ്. ഓക്കെ. അപ്പൊ എന്നിൽ വരുന്ന വാക്ക്, ഈയിൽ വരുന്ന വാക്ക് എവരി, എന്നിൽ വരുന്ന വാക്ക് നെവർ, ടീയിൽ വരുന്ന വാക്ക് ട്വൈസ്, ത്രൈസ്, എയിൽ വരുന്ന വാക്ക് ഓൾവേസ്. എസ്സിൽ വരുന്ന വാക്കാണ് സെൽഡം. സെൽഡം, അതേപോലെ സംടൈംസ്. സെൽഡം, സംടൈംസ്, അതുപോലെ സെവറൽ ടൈംസ്. സെൽഡം, സംടൈംസ്, സെവറൽ ടൈംസ്. സെൽഡം, സംടൈംസ്, സെവറൽ ടൈംസ്. ഓയിൽ വരുന്ന വാക്കാണ് വൺസ്, ഓഫൺ. വൺസ്, ഓഫൺ. വൺസ്, ഓഫൺ. ഇനി നോക്കിയാൽ നോക്കില്ല, എല്ല് ക്യാപിറ്റലും വൈ സ്മോളും ആണ് എഴുതിക്കുന്നത്. അതായത് LYയിൽ അവസാനിക്കുന്ന വാക്കാണ് കേട്ടോ. LYയിൽ അവസാനിക്കുന്ന വാക്ക്. ഒന്നാമത്തെ യൂഷ്വലി, യൂഷ്വലി. രണ്ടാമത്തെ ജനറലി, ജനറലി. യൂഷ്വലി, ജനറലി. അടുത്തത് ഫ്രീക്വൻ്റ്ലി, ഫ്രീക്വൻ്റ്ലി. യൂഷ്വലി, ജനറലി, ഫ്രീക്വൻ്റ്ലി. അടുത്തത് ഹാബിച്വലി, ഹാബിച്വലി. അതേപോലെ റെഗുലർലി, ഹാബിച്വലി, റെഗുലർലി, റെയർലി. ഹാബിച്വലി, റെഗുലർലി, റെയർലി. അതേപോലെ ഒക്കേഷണലി, ഒക്കേഷൻ, ഒക്കേഷണലി. വാക്കുകൾ ഇതൊക്കെ യൂഷ്വലി, ജനറലി, ഫ്രീക്വൻ്റ്ലി, ഹാബിച്വലി, റെഗുലർലി, റെയർലി, ഒക്കേഷണലി. അടുത്താണ് ആനുവലി, ആനുവലി. അതേപോലെ ഇയർലി, ആനുവലി, ഇയർലി. അടുത്തത് മന്ത്ലി. അടുത്തത് വീക്കിലി, വീക്കിലി. അടുത്തത് ഡെയിലി. കുട്ടികളെ വാക്കുകൾ ഏതൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞേ. ഇപ്പൊ എൻ്റെ സോളിൽ വരുന്ന വാക്ക്, ഈയിൽ വരുന്ന വാക്ക് എവരി, എന്നിൽ വരുന്ന വാക്ക് നെവർ, ടീയിൽ വരുന്ന വാക്ക് ട്വൈസ്, ത്രൈസ്, എയിൽ വരുന്ന വാക്ക് ഓൾവേസ്, എസ്സിൽ വരുന്ന വാക്ക് സെൽഡം, സംടൈംസ്, സെവറൽ ടൈംസ്, ഓയിൽ വരുന്ന വാക്ക് വൺസ്, ഓഫൺ, LYയിൽ അവസാനിക്കുന്ന വാക്ക് യൂഷ്വലി, ജനറലി, ഫ്രീക്വൻ്റ്ലി,
ഒക്കേഷണലി, ഹാബിച്വലി, റെഗുലർലി, റയർലി. അപ്പൊ ഇത്തരത്തിലുള്ള വാക്കുകൾ വരുന്ന സെന്റൻസിൽ ഉത്തരം എന്ത് എഴുതാം? B1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്നത്. സബ്ജക്റ്റ് നോക്കി അങ്ങ് എഴുതിയാൽ മതി. സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് എഴുതുക, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ B1 എഴുതുക. നോക്കട്ടെ, ഐ ഡാഷ് ന്യൂസ് പേപ്പർ, ഐ ഡാഷ് ന്യൂസ് പേപ്പർ ഡെയിലി. നിങ്ങൾക്ക് ഇതിന് ഉത്തരം പറയാം. ഡെയിലി വരുന്ന ഒരു സിമ്പിൾ പ്രസന്റ്, B1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന. റീഡ് എന്ന വെർബ് ഞാൻ തന്നാൽ നിങ്ങൾക്ക് ഏത് ഉത്തരം എഴുതാം? റീഡ്സ്. അവിടെ എന്ത് ചെയ്യുന്നൂടെ? സോറി, ഐ പ്ലൂറൽ ആയതുകൊണ്ട് എന്ത് തന്നെ എഴുതാം? റീഡ് തന്നെ എഴുതാം, ഇല്ലേ? ഐ റീഡ് ന്യൂസ് പേപ്പർ ഡെയിലി. ഹി ആണെങ്കിൽ റീഡ്സ് ന്യൂസ് പേപ്പർ ഡെയിലി. ഇത്രേ ഉള്ളൂ സിമ്പിൾ പ്രസന്റ്. അതുപോലെ നാച്ചുറൽ ട്രൂത്തിനെ സംബന്ധിക്കുന്ന സെന്റൻസുകൾ, പ്രോവർബിനെ സംബന്ധിക്കുന്ന സെന്റൻസുകൾ, ക്വാഡ്സ് എന്ത് ചെയ്യുന്നുണ്ട് എന്നിവയെ സംബന്ധിക്കുന്ന സെന്റൻസ് എല്ലാം സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. അതായത് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് നാച്ചുറൽ ട്രൂത്ത് ആണ്. ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്സ് എന്ത് ചെയ്യുന്നത് ഒരു പ്രോവർബാണ്. ഇങ്ങനെയുള്ള സെന്റൻസ് എല്ലാം നമുക്ക് എന്തിൽ പറയാം? സിമ്പിൾ പ്രസന്റ് പറയാം. പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ അത്രയും വന്നിട്ടുള്ളത് ഈ വാക്കുകൾ വെച്ചിട്ടുള്ള, ടൈമിംഗ് വേർഡ് വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, മറക്കൂലല്ലോ, ഒന്ന് ഓർമ്മയിലിരിക്കണം കേട്ടോ. അതുപോലെ നമ്മൾ അടുത്ത് പഠിക്കുന്ന ഏതാണ്ടേ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ പഠിച്ച് എളുപ്പമാണ്. പ്രസന്റ് കണ്ടിന്യൂസ് എൻ്റെ ഇക്വേഷൻ പഠിക്കുക. വാസ് ഓർ വെയർ, വാസ് ഓർ വെയർ പ്ലസ് ING ആണ് കേട്ടോ. വാസ് ഓർ വെയർ പ്ലസ് ING, ഇത്രയും മതി. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ING. ഓക്കെ, സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ വാസ് പ്ലസ് ING, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെയർ പ്ലസ് ING. നമ്മളൊരു കോഡ് വെച്ചിട്ട് അങ്ങ് പഠിച്ചാൽ പെട്ടെന്ന് കിട്ടും. സാത്താൻ, SATAN, സാത്താൻ പ്ലസ് ഈസ് ആം ആർ പ്ലസ് ING. സോറി, വാസോർ വെയർ പ്ലസ് ING അല്ല, ഈസ് ആം ആർ പ്ലസ് ING. വാസോർ വെയർ പ്ലസ് ING പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ഈസ് ആം ആർ പ്ലസ് ING. പഠിച്ച കുട്ടികളെ കോഡ് എങ്ങനെ പറഞ്ഞു? നമ്മൾ ഇത് സത്യത്തിൽ ഇതൊന്നും വേണ്ട, നമ്മൾ ഇതും പഠിച്ചാൽ മതി. സാത്താൻ പ്ലസ് ഈസ് ആം ആർ പ്ലസ് ING. എസ്സിൽ വരുന്ന വാക്കാണ് സ്റ്റില്ല്. എസ്സിൽ വരുന്ന വാക്ക് ഏതാ? സ്റ്റില്ല്. എയിൽ വരുന്ന വാക്കാണ് അറ്റ് പ്രസന്റ്. എയിൽ വരുന്ന വാക്ക് അറ്റ് പ്രസന്റ്. ഓക്കെ, അടുത്ത ടീയിൽ വരുന്ന വാക്കാണ് ടുഡേ. ടീയിൽ വരുന്ന വാക്ക് ഏതാണ്ട്? ടുഡേ. അടുത്ത എയിൽ വരുന്ന വാക്കാണ് അറ്റ് ദിസ് മൊമെന്റ്. അറ്റ് ദിസ് മൊമെന്റ്, അറ്റ് ദിസ് മൊമെന്റ്. എന്നിൽ വരുന്ന വാക്ക് നൗ, അതേപോലെ റൈറ്റ് നൗ, നൗ റൈറ്റ് നൗ, നൗ റൈറ്റ് നൗ. ഇതിൽ ഏതെങ്കിലും വാക്ക് ഒരു സെന്റൻസിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം ഈസ് ആം ആർ പ്ലസ് ING. സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ ഈസ് പ്ലസ് ING, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ആർ പ്ലസ് ING, സബ്ജക്റ്റ് ഐ വന്നാൽ ആം പ്ലസ് ING. നോക്കൂ, ഐ ഡാഷ് എ ന്യൂസ് പേപ്പർ, ഐ ഡാഷ് എ ന്യൂസ് പേപ്പർ, ന്യൂസ് പേപ്പർ റൈറ്റ് നൗ, റൈറ്റ് നൗ. നിങ്ങൾ തന്നെ പറ, റീഡ് ആണ് തന്നിരിക്കുന്നത്. റീഡ് വെച്ചിട്ട് എങ്ങനെ ഉത്തരം എഴുതാം? ഐ ആയതുകൊണ്ട് ആം റീഡിങ്, ആം റീഡിങ്ങോട് ഉത്തരമായിട്ട് വരും, ആം റീഡിങ് വരും. അപ്പോൾ സാത്താൻ പ്ലസ് ഈസ് ആം ആർ പ്ലസ് ING. അത്രേ ഉള്ളൂ പ്രസന്റ് കണ്ടിന്യൂസ്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആണ് കേട്ടോ. പ്രസന്റ് പെർഫെക്റ്റ്, അതിനൊരു കോഡ് പഠിക്കുക. രാജ്, RAJ, രാജ് YL പ്ലസ് ഹാസ് ഓർ ഹാവ്, ഹാസ് ഓർ ഹാവ് പ്ലസ് V3. രാജ് YL പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. ആറിൽ വരുന്ന വാക്കാണ് റീസെന്റ്ലി. ആറിൽ വരുന്ന വാക്ക് റീസെന്റ്ലി. എയിൽ വരുന്ന വാക്കാണ് ഓൾറെഡി. എയിൽ വരുന്ന വാക്ക് ഓൾറെഡി. ജെയിൽ വരുന്ന വാക്കാണ് ജസ്റ്റ്, അതുപോലെ ജസ്റ്റ് നൗ, ജസ്റ്റ്, ജസ്റ്റ് നൗ. ജസ്റ്റ് നൗ ഒറ്റ വാക്കാണ്. വൈയിൽ വരുന്ന വാക്കാണ് യെറ്റ്. എല്ലിൽ വരുന്ന വാക്ക് ലേറ്റ്ലി, ലേറ്റ്ലി. ഈ വാക്കുകൾ ഏതെങ്കിലും ഒന്ന് സെന്റൻസിൽ എവിടെയെങ്കിലും വന്ന ഉത്തരം ഹാസ് ഓർ ഹാവ് പ്ലസ് V3. നമ്മുടെ ചോദ്യത്തിൽ ജസ്റ്റ് വരുന്ന സെന്റൻസിൽ നമ്മൾ എഴുതിയില്ലേ ഹാസ് ഓർ ഹാവ് പ്ലസ് V3, അത് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മൈ ഫാദർ, മൈ ഫാദർ, മൈ ഫാദർ ഡാഷ് ടു ദുബായ്, മൈ ഫാദർ ഡാഷ് ടു ദുബായ് ജസ്റ്റ് നൗ, ജസ്റ്റ് നൗ. ഉത്തരം പറഞ്ഞ കൂട്ടുകളെ ഗോയാണ് കിടക്കുന്നത്. എന്ത് എഴുതാം? മൈ ഫാദർ സിംഗുലാർ ആയതുകൊണ്ട് ഹാസ് ഗോൺ പറയാം. ഹാസ് ഗോൺ ടു ദുബായ് ജസ്റ്റ് നൗ. ആണല്ലോ, രാജ് YL പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. നമ്മൾ പഠിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇങ്ങനെ പഠിക്കുക. സിൻസ് ഓർ ഫോർ, സിൻസ് അല്ലെങ്കിൽ ഫോർ വരുന്ന സെന്റൻസ്, ഒരു സെന്റൻസിനകത്ത് സിൻസ് അല്ലെങ്കിൽ ഫോർ വന്നിരിക്കും. അവിടെ ഉത്തരം ഏതാണ്? ഹാസ് ബീൻ, ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ, ഹാവ് ബീൻ പ്ലസ് ING. ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ING ഉത്തരമായിട്ട് വരും. ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ING.
ഓക്കെ, ചോദ്യം ഇങ്ങനെ, മൈ ഫാദർ ഹാസ് ബീൻ വർക്കിംഗ് ദിസ് ഫാക്ടറി. മൈ ഫാദർ ഹാസ് ബീൻ വർക്കിംഗ് ദിസ് ഫാക്ടറി സിൻസ് മോർണിംഗ്. രാവിലെ മുതൽ എൻ്റെ അച്ഛൻ ഈ ഫാക്ടറി ജോലി ചെയ്യുന്നു. അപ്പോൾ സിൻസ് അല്ലെങ്കിൽ ഫോർ വരുന്ന സെൻസിൽ ഉത്തരം ഏതാണ്? ഹാസ് ബീൻ ഓർ ഹൗ ബീൻ പ്ലസ് ഐ. ഇതാണ് പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത്. എളുപ്പമല്ലേ? വളരെ പെട്ടെന്നാണ് നമ്മൾ തീർത്തത്. അതുപോലെ അടുത്തതാണ് പാസ്റ്റ് ടെൻസ് കേട്ടോ. പാസ്റ്റ് ടെൻസ് പഠിച്ച് പാസ്റ്റ് കഴിഞ്ഞ കാര്യങ്ങളാണ്. അതിൽ ആദ്യത്തെ സിമ്പിൾ പാസ്റ്റ് ആണ്. ഒരു കോഡ് പഠിക്കുക, അലി ALY അലി 2024 പ്ലസ് V2. എന്തെന്ന് പഠിക്കണം കുട്ടികളെ? അലി 2024 പ്ലസ് V2. എയിൽ വരുന്ന വാക്കാണ് എഗോ, എല്ലിൽ വരുന്ന വാക്കാണ് ലാസ്റ്റ്, വൈയിൽ വരുന്ന വാക്കാണ് യെസ്റ്റർഡേ, വൈയിൽ വരുന്ന വാക്ക് യെസ്റ്റർഡേ. 2024 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങൾ, കഴിഞ്ഞു പോയ വർഷം, പോയ വർഷം ഇല്ലേ? ഇതിൽ ഏതെങ്കിലും ഒന്ന് സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം ഏതാണ് കുട്ടികളെ? V2 ആണ്. ഉത്തരം V2. അപ്പൊ എഗോ എന്ന വാക്ക് ലാസ്റ്റ്, യെസ്റ്റർഡേ കഴിഞ്ഞു പോയ വർഷം. നമ്മൾ യെസ്റ്റർഡേ വരുന്ന ഒരു ചോദ്യം ചെയ്തിരുന്നു, ഇവിടെ V2 ആണ് എഴുതിയത് അല്ലേ? മൈ ഫാദർ വെന്റ് ടു അല്ലെങ്കിൽ വെന്റ് ടു ദുബായ് 2 days ago. മൈ ഫാദർ വെന്റ് ടു ദുബായ് 2 days ago. ഇനി അടുത്ത നമ്മൾ അത്രയേ ഉള്ളൂ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, മറക്കരുത്. അതുപോലെ നമ്മൾ അടുത്ത് പഠിക്കേണ്ട പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ഉത്തരം എന്താണ് മക്കളെ? വാസ് ഓർ വെയർ പ്ലസ് ING. അവിടെ ടൈമിംഗ് വേണമെന്നും പഠിക്കണ്ട, അവിടെ ഒരു കണ്ടീഷൻ മാത്രം പഠിച്ചാൽ മതി. സെന്റൻസിന് 2 ഭാഗം, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിന് 2 ഭാഗം. അതിൽ ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്. ഒരു ഭാഗം നോക്കി മറുഭാഗം എഴുതാം. തന്നിരിക്കുന്ന ഭാഗം വാസ് ഓർ വെയർ പ്ലസ് ING ആണെങ്കിൽ ചില ടെൻസുകൾ പരസ്പരം യോജിപ്പിച്ച് പറയും. അതിലൊന്നാണിത്. തന്നിരിക്കുന്ന സെന്റൻസിന്റെ ഒരു ഭാഗം വാസ് ഓർ വെയർ പ്ലസ് ING ആണെങ്കിൽ മറുഭാഗത്ത് നമുക്ക് V2 എഴുതാം. അല്ല എങ്കിൽ എന്ത് ചെയ്യുന്നൂടെ? വാസ് ഓർ വെയർ പ്ലസ് ING തന്നെ എഴുതാം. ഓക്കെ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഭാഗത്ത് വാസ് ഓർ വെയർ പ്ലസ് ING എടുക്കും, മറുഭാഗത്ത് ഡാഷ് എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്ഷനിൽ V2 ഉണ്ടെങ്കിൽ അത് എഴുതുക. അല്ല വാസ് ഓർ വെയർ പ്ലസ് ING എടുക്കുമെങ്കിൽ അത് എഴുതാം. നമുക്ക് when I entered, ചോദ്യം ഇങ്ങനെയാണ്, when I entered പ്രീവിയസ് ആണ്, when I entered my room my wife dash. നമുക്ക് ഈസ് സ്ലീപ്പിംഗ് ഉണ്ട്, വാസ് സ്ലീപ്പിംഗ് ഉണ്ട്. ഏതായിരുന്നു കുട്ടികളെ? വാസ് സ്ലീപ്പിംഗ്. entered എന്ന് പറഞ്ഞാൽ V2, അതിനോടൊപ്പം വാസ് ഓർ വെയർ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം, വാസ് ഓർ വെയർ പ്ലസ് ING. while I was reading newspaper my son was playing in the ground. ഓക്കെ, നമുക്ക് അവിടെ വാസ് പ്ലസ് ING, മറുഭാഗത്ത് വാസ് ഓർ വെയർ പ്ലസ് ING വന്നിരിക്കും. ഓർമ്മയിലിരിക്കുക. അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഇതിനകത്ത് ടൈമിംഗ് വേണമെന്നുണ്ട്. ഉത്തരം ഹാഡ് പ്ലസ് വിത്ത് ആയിരിക്കും, ഹാഡ് പ്ലസ് വിത്ത്. ഇതും കണ്ടീഷൻ സെന്റൻസുകളാണ്. സെന്റൻസിന്റെ ഒരു ഭാഗം നോക്കി മറുഭാഗം. തന്നിരിക്കുന്ന ഭാഗം ഫസ്റ്റ് ആക്ഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് ആക്ഷൻ അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട്. ഒരു സെന്റൻസിനകത്ത് 2 പ്രവൃത്തികൾ തന്നിട്ടുണ്ട്, 2 വേർബ്. അതിൽ ആദ്യം നടന്ന പ്രവൃത്തി ഹാഡ് പ്ലസ് വിത്തിലായിരിക്കും. ആദ്യം നടന്ന പ്രവൃത്തി ഏതായിരിക്കണം? ഹാഡ് പ്ലസ് വിത്ത്, പാസ്റ്റ് പെർഫെക്റ്റും. രണ്ടാമത് നടന്ന പ്രവൃത്തി V2 സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും അല്ലേ? when I entered the railway station, entered എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക. the train had left, അവിടെ ആദ്യം നടന്ന പ്രവൃത്തി ട്രെയിൻ പോയതാണ്, അതുകൊണ്ടാണ് ഹാഡ് ലെഫ്റ്റ് വന്നത്. entered എന്ന് പറഞ്ഞാൽ രണ്ടാമത് നടന്ന പ്രവൃത്തി, അതുകൊണ്ടാണ് entered V2 വന്നത്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റിനോടൊപ്പം ചേരുന്ന ടെൻസ് ആണെന്ന് വെച്ചാൽ സിമ്പിൾ പാസ്റ്റ്. നിങ്ങൾ ഇത് വെച്ച് ഓർമ്മയിരുന്നാൽ മതി. ഒരു ഭാഗം ഹാഡ് പ്ലസ് V3 ഉണ്ടെങ്കിൽ മറുഭാഗത്ത് ഓപ്ഷനിൽ V2 ഉണ്ടെങ്കിൽ അത് എഴുതുക. V2 ആണ് കിടക്കുന്നതെങ്കിൽ ഹാഡ് പ്ലസ് V3 നോക്കുക. ഓക്കെ, ഇനി നോക്കടോ, സിൻസ് അല്ലെങ്കിൽ അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതിലേ ചോദ്യങ്ങളുള്ളൂ. സിൻസ് അല്ലെങ്കിൽ ഫോർ വരുന്ന സെൻസിൽ ഉത്തരം ഏതാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു, ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ING. എന്നാൽ സിൻസ് ഫോർ വരുന്ന സെൻസിൽ പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന വാക്കുമെല്ലാം കിടപ്പുണ്ടെങ്കിൽ ഉത്തരം എന്തായിരിക്കണം കുട്ടികളെ? ഹാഡ് ബീൻ പ്ലസ് ING എഴുതണം. ഹാഡ് ബീൻ പ്ലസ് ING എഴുതണം. പറഞ്ഞ മനസ്സിലായ? സിൻസ് ഫോർ വരുന്ന സെൻസിൽ പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ വന്നാൽ ഹാഡ് ബീൻ പ്ലസ് ING ഉത്തരം, മറക്കരുത്. ഓക്കെ, ഐ റൈറ്റ് അല്ലെങ്കിൽ ഐ ഹാഡ് ബീൻ റൈറ്റിംഗ് ദാറ്റ് എക്സാം സിൻസ് മോർണിംഗ്. നമുക്ക് ഐ ഹാഡ് ബീൻ റൈറ്റിംഗ്, ഹാഡ് ബീൻ റൈറ്റിംഗ് വന്നിരിക്കുന്നു. ദാറ്റ് എന്ന് പറയുന്ന പാസ്റ്റിനെ സൂചിപ്പിക്കുന്നു. ദാറ്റ് എക്സാം സിൻസ് മോർണിംഗ്, സിൻസ് വരുന്ന സെൻസിൽ ലാസ്റ്റ് വന്നുകൊണ്ട് ഹാഡ് ബീൻ റൈറ്റിംഗ് എടുക്കണം. മനസ്സിലാവുമല്ലോ? കുഴപ്പമില്ല.
ഓക്കെ, ഇതാണ് പാസ്റ്റ് ടെൻസ്. അടുത്തത് ഫ്യൂച്ചർ ആണ് കേട്ടോ, ഫ്യൂച്ചർ ടെൻസ്. നമുക്ക് ഫ്യൂച്ചർ ടെൻസ്, അതിലാദ്യത്തത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. പഠിച്ചോ, സിമ്പിൾ ഫ്യൂച്ചർ. ഒരു കോഡ് പഠിക്കുക. TNS 2026 പ്ലസ് വില്ല് ഓർ ഷാൾ, വില്ലോർ ഷാൾ പ്ലസ് V1. TNS 2026 പ്ലസ് വില്ലോർ ഷാൾ പ്ലസ് V1. നോക്കടോ, ടീയിൽ വരുന്ന വാക്ക് ടുമോറോ, ടീയിൽ വരുന്ന വാക്ക് ടുമോറോ. എന്നിൽ വരുന്ന വാക്ക് നെക്സ്റ്റ്, എന്നിൽ വരുന്ന വാക്ക് നെക്സ്റ്റ്. എസ്സിൽ വരുന്ന വാക്ക് സോ, സൂണ്. 2026 എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന വർഷങ്ങൾ, വരാൻ പോകുന്ന വർഷം. ഇതിൽ ഏതെങ്കിലും ഒന്ന് സെന്റൻസിന്റെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉത്തരം എഴുതുക. വിൽ അല്ലെങ്കിൽ ഷാൾ പ്ലസ് V1. മൈ ഫാദർ വിൽ ഗോ ടു ദുബായ് ടുമോറോ, അല്ലേ? അപ്പൊ ടുമോറോ, നെക്സ്റ്റ്, സൂണ്, വരാൻ പോകുന്ന വർഷം. ഇതിൽ ഏതെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ ഉത്തരം ഏതാണ്? വില്ലോ ഷാൾ പ്ലസ് V1. മറക്കില്ലല്ലോ, സിമ്പിൾ ഫ്യൂച്ചർ. ഇത്രേ ഉള്ളൂ. അടുത്തത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ് പറയുന്നത് കേട്ടോ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. നോക്കിയാണ്ടേ, അറ്റ് ദിസ് ടൈം, വാക്കുകൾ പഠിച്ചോ. അറ്റ് ദിസ് ടൈം, അറ്റ് ദിസ് ടൈം. അതുപോലെ അറ്റ് ദിസ് മൊമെന്റ്, അറ്റ് ദിസ് മൊമെന്റ്. ഈ വാക്കുകൾ വരുന്ന സെന്റൻസിൽ ടുമോറോ അല്ലെങ്കിൽ നെക്സ്റ്റ് വന്നിട്ടുണ്ടോ നോക്കാം. അറ്റ് ദിസ് ടൈം ടുമോറോ, അറ്റ് ദിസ് ടൈം നെക്സ്റ്റ്, അറ്റ് ദിസ് മൊമെന്റ് ടുമോറോ, അറ്റ് ദിസ് മൊമെന്റ് നെക്സ്റ്റ്. ഇങ്ങനെയുള്ള വാക്കുകൾ വന്നു കഴിഞ്ഞാൽ ഉത്തരം വില്ല് ഓർ ഷാൾ, വില്ലോർ ഷാൾ പ്ലസ് ബി പ്ലസ് ING, വില്ലോർ ഷാൾ പ്ലസ് ബി പ്ലസ് ING ആയിരിക്കും. അറ്റ് ദിസ് ടൈം ടുമോറോ, അറ്റ് ദിസ് ടൈം നെക്സ്റ്റ്, അറ്റ് ദിസ് മൊമെന്റ് ടുമോറോ, അറ്റ് ദിസ് മൊമെന്റ് നെക്സ്റ്റ്. അന്ന് ഉത്തരം എന്താ? വില്ലോർ ഷാൾ പ്ലസ് ബി പ്ലസ് ING, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. I dash, I will be writing an exam at this time tomorrow morning. I will be writing an exam at this time tomorrow morning. കേട്ടോ, എക്സാമ്പിൾ. അടുത്താണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കേട്ടോ, ഫ്യൂച്ചർ പെർഫെക്റ്റ്. നോക്ക്, ബൈ ദിസ് ടൈം, വാക്കുകൾ ഇതാണ്. ബൈ ദിസ് ടൈം, ബൈ ദിസ് ടൈം, ബൈ ദിസ് മൊമെന്റ്, ബൈ ദിസ് മൊമെന്റ്, ബൈ ദിസ് ടൈം, ബൈ ദിസ് മൊമെന്റ് പ്ലസ് TN, പ്ലസ് TN, ടുമോറോ നെക്സ്റ്റ്. അന്ന് ഇനി ഉത്തരം ഏതാ? വില്ല് ഓർ ഷാൾ, വില്ലോർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് V3, വില്ലോർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് V3. ഏത് പറഞ്ഞു വിട്ടുള്ള വാക്കുകൾ? ബൈ ദിസ് ടൈം, ബൈ ദിസ് മൊമെന്റ് പ്ലസ് TN, അതായത് ബൈ ദിസ് ടൈം ടുമോറോ, ബൈ ദിസ് ടൈം നെക്സ്റ്റ്, ബൈ ദിസ് മൊമെന്റ് ടുമോറോ, ബൈ ദിസ് മൊമെന്റ് നെക്സ്റ്റ്. അതായത് നാളെ ഈ സമയമാകുമ്പോഴേക്കും, ബൈ ദ എൻഡ് ഓഫ് ദ ഡേ. ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ പറഞ്ഞാൽ ഉത്തരം ഏതാ? വില്ലോർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് V3. ഓക്കെ, എക്സാമ്പിൾ എങ്ങനെ പറയാം? I will have been written an exam by this time tomorrow evening. കണ്ടോ? അടുത്ത ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് കേട്ടോ, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നമുക്ക് എത്രയേ ഉള്ളൂ? സിൻസ് അല്ലെങ്കിൽ ഫോർ വരുന്ന സെൻറ്റൻസ്, സിൻസ് അല്ലെങ്കിൽ ഫോർ വരുന്ന സെൻറ്റൻസിൽ ടുമോറോ, നെക്സ്റ്റ്, സൂണ്, TNS അല്ലെങ്കിൽ 2026 ഇത്തരത്തിലുള്ള കഴിഞ്ഞു പോയ വർഷം. ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ സിൻസ് ഫോർ വരുന്ന സെൻസിൽ ടുമോറോ എന്നോ നെക്സ്റ്റ് എന്നോ സൂൺ എന്നോ 2026 വരാൻ പോകുന്ന വർഷങ്ങൾ, ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഉത്തരം ഏതാണ് ഉള്ളത്? വില്ല് ഓർ ഷാൾ, വില്ല് ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് ബീൻ, ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING, ബീൻ പ്ലസ് ING, വില്ല് ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, നമുക്ക് ഓർമ്മയിലിരിക്കാം. ഇനി ഒരു കാര്യം കൂടെ പഠിച്ചു വയ്ക്കുക, ഫ്യൂച്ചർ ടെൻസുമായിട്ട് ബന്ധപ്പെടുത്തി. ഫ്യൂച്ചറിൻ്റെ ഒരു കണ്ടീഷനുണ്ട്. സെൻറ്റൻസിന് 2 ഭാഗം, ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്. തന്നിരിക്കുന്ന ഒരു ഭാഗം ഫ്യൂച്ചറിൻ്റെ ഏതെങ്കിലും ടെൻസ്, ഫ്യൂച്ചർ ടെൻസിൽ ഏതെങ്കിലും ഒരു ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ വിൽ ഓർ ഷാൾ പ്ലസ് V1, ഫ്യൂച്ചർ കണ്ടിന്യൂസ് വിൽ ഓർ ഷാൾ പ്ലസ് ബി പ്ലസ് ING, ഫ്യൂച്ചർ പെർഫെക്റ്റ് വരാം വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് V3 വരാം, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരാം വിൽ ഓർ ഷാൾ പ്ലസ് ഏത് വരാം ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING. ഇങ്ങനെ ഫ്യൂച്ചറിൻ്റെ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് സിമ്പിൾ പ്രസന്റ് മാത്രമേ ചേരൂ, V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്നത്. നമുക്ക് ഓർമ്മയിലിരിക്കണം. അപ്പോൾ ഫ്യൂച്ചർ ടെൻസിനോടൊപ്പം ചേരുന്നത് സിമ്പിൾ പ്രസന്റ് മാത്രം. When I finish my work,
വെൻ ഐ ഫിനിഷ് മൈ വർക്ക് ഐ വിൽ ഗോ ഫോർ എ ഫിലിം. കണ്ട ഫിനിഷ് എന്ന് പറയുന്നത് V1 സിമ്പിൾ പ്രസന്റ്. ഐ വിൽ ഗോ ഫോർ എ ഫിലിം. ഞാൻ ഒരു സിനിമയ്ക്ക് പോകും. എപ്പോഴാണോ എൻ്റെ ജോലി കഴിയുന്നത് ഞാൻ എപ്പോഴും സിനിമയ്ക്ക് പോകും. ഇങ്ങനെ പറയാം. ഇപ്പോൾ ഫ്യൂച്ചർ ടെൻസ് എത്രയാണ്. അപ്പോൾ ഇതാണ് ടെൻസ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്താണ് ചോദ്യങ്ങൾ വരുന്നത്. നമ്മളെല്ലാം കോഡ് വെച്ച് വളരെ പെട്ടെന്നാണ് പഠിച്ചു തീർത്തത്. നിങ്ങളൊന്ന് കുറിച്ചെടുത്ത് ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കണ്ടൊന്ന് മനസ്സിലാക്കുക. റിവിഷനാണ്. ഇത് ടോപ്പിക്കും കൂടെ റിവൈസ്